പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ചാപ്റ്ററിൽ ബോർഡ് എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ക്വിക്കായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർ, ടെക്നോളജി ഉപയോഗിച്ച് ഒരു സ്ഥാപനത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന മാക്സിമം ഔട്ട്പുട്ടും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക്കൽ റിലേഷൻഷിപ്പാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q = ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചോദ്യം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതായത് ഇവ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഷോർട്ട് റൺ, ലോങ് റൺ എന്ന് പറയുമ്പോൾ തന്നെ കാലയളവിനെ കാണിക്കുന്നതാണ്. അതായത് ഷോർട്ട് റണ്ണിൽ എപ്പോഴും ഒരു ഇൻപുട്ട് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അതർ ഇൻപുട്ട് വേരിയബിൾ ആയിരിക്കും. ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ മെഷീനറി, ബിൽഡിംഗ് ഒക്കെ പോലുള്ള ക്യാപിറ്റൽ നമുക്ക് മാറ്റാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഒരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഒന്നും മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് റണ്ണിൽ എപ്പോഴും ക്യാപിറ്റൽ ഫിക്സഡ് ആയിട്ടും ലേബർ വേരിയബിൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വേരിയബിൾ ആയ ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ, അതായത് ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റിൽ എന്ത് മാറ്റം വരുന്നു എന്ന് പഠിക്കുന്നത് ഇവിടെ നമ്മൾ 3 സ്റ്റേജിൽ കൂടിയാണ്. അതായത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിവിടെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുന്നത്. ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ പോലെയല്ല. ഷോർട്ട് റണ്ണിൽ നമ്മൾ പറഞ്ഞു ഒരു ഇൻപുട്ട് ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആയിരിക്കും. അതായത് വേരിയബിൾ ആയ ഇൻപുട്ട്, അതായത് ഈ വേരിയബിൾ ആയ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻപുട്ട് പ്രപ്പോർഷനലി മാറുമ്പോൾ ഔട്ട്പുട്ടിൽ എത്ര പ്രപ്പോർഷൻ മാറ്റം വരുന്നു എന്ന് കാണിക്കുന്നതാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇവിടെ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇവിടെയും നമ്മൾ പഠിക്കുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അതേപോലെ തന്നെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നിങ്ങനെ 3 സ്റ്റേജസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനെ അടിസ്ഥാനമാക്കിയാണ് പഠിക്കുന്നത്. അവിടെ 3 സ്റ്റേജസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, വളർച്ച വേഗത്തിൽ വർദ്ധിക്കുന്ന ഘട്ടം. ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ആണ്, മാർജിനൽ പ്രൊഡക്റ്റ് റൈസിംഗ് ആണ്, അതേപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റും റൈസിംഗ് ആണ്. എന്താണ് കാരണം? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ കുറച്ച് ലേബർ അധികം കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ വേഗത്തിൽ ഉയരുന്നു. അതേപോലെ തന്നെ ആദ്യം ഐഡിയൽ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഫിക്സഡ് മെഷീനറി ഇപ്പോൾ എന്താകുന്നു? ഫുള്ളി യൂട്ടിലൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ടു മെനി വർക്കേഴ്സ്, ഇതൊക്കെ കാരണം കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ടോട്ടൽ പ്രൊഡക്റ്റ് വേഗത്തിൽ ഉയരുന്നു. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടറാണ്. അതായത് വളർച്ച ഉണ്ട് പക്ഷെ കുറയുന്ന ഘട്ടമാണ്. അതായത് വളർച്ച നിരക്ക് കുറയുന്ന ഒരു ഘട്ടമാണ് ഇവിടെ, ഡിമിനിഷിങ് ആണ്. അതായത് ഇവിടെ എന്തുണ്ടാവുക? ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് ആണ് ബട്ട് ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ് ഫാളിങ് ബട്ട് സ്റ്റിൽ പോസിറ്റീവ്, ഫാൾ ചെയ്യുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? മാക്സിമത്തിലേക്ക് എത്തുന്നു. ഇതാണ് രണ്ടാം ഘട്ടത്തിൽ വരുന്നത്. സാധാരണയായിട്ട് ഫേംസ് യൂഷ്വലി ഓപ്പറേറ്റ്സ് ഇൻ ദിസ് സ്റ്റേജ്. എന്താണ് കാരണം? കാരണം ഇവിടെ ഇതുപോലെ തന്നെ ഈ ടോട്ടൽ പ്രൊഡക്റ്റ് ഉയരുന്നുണ്ട്. ഡിമിനിഷിങ് റേറ്റിലാണെങ്കിലും ടോട്ടൽ പ്രൊഡക്റ്റ് ഉയരുന്നുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ് ഫാളിംഗ് ആണെങ്കിലും പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്? ഇവിടെ മാക്സിമത്തിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫേംസ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ, വളർച്ചാ നിരക്ക് കുറയുന്ന, അതായത് പ്രതികൂല ഘട്ടമാണ് ഇവിടെ വരുന്നത്. പ്രതികൂല ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് ഫാൾസ് ആണ്, അതേപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റും കുറയുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് എന്തായിരുന്നു? നെഗറ്റീവായിട്ട് മാറുന്നു. ഇതാണ് മൂന്നാം ഘട്ടത്തിൽ സംഭവിക്കുന്നത്. ലോങ് ആൻസർ ആണെങ്കിൽ നിങ്ങൾ ഡയഗ്രാം വരച്ചിട്ട് വേണം എന്തായാലും എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇനി ഷോർട്ട് ആൻസർ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഡയഗ്രാം ഇല്ലാതെ തന്നെ നിങ്ങളുടെ മാർക്ക് എത്രയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു ലോങ് റൺ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ 3 സ്റ്റേജ് ഉണ്ട്. ഇതിൽ ഒന്നാമത്തത് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ, അതായത് ഇവിടെ ഇൻപുട്ട് 1% വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് 1% കൂടുതൽ വർദ്ധിക്കുന്നു. അടുത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇവിടെ ഇൻപുട്ട് 1% കൂട്ടുന്നതെങ്കിൽ ഔട്ട്പുട്ട് അതേ 1% മാത്രമായിരിക്കും വർദ്ധിക്കുന്നത്. അടുത്തത് ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ, ഇവിടെ ഇൻപുട്ട് 1% വർദ്ധിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നത് 1% കുറവായിരിക്കും. ഇതാണ് റിട്ടേൺ ടു സ്കെയിലിൽ വരുന്ന 3 ഘട്ടങ്ങൾ. ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് പെടുന്നത്. അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വരുന്നത് ലോ ഓഫ് വേരിയബിൾ
വേരിയബിൾ പ്രൊപ്പോർഷനെ അടിസ്ഥാനമാക്കിയിട്ടും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വരുന്നത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിനെ അടിസ്ഥാനമാക്കിയിട്ടും. ഇനി ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്ന 3 സ്റ്റേജുകൾ എന്താണ്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്ന 3 സ്റ്റേജസ് എന്താണ്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ഇതാണ് 3 സ്റ്റേജുകൾ. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ്, എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ്, എന്താണ് ആവറേജ് പ്രൊഡക്റ്റ്, അതായത് TP, AP, MP ഉള്ളതാണ്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഫാക്ടറിനൊപ്പം വേരിയബിൾ ഫാക്ടറിന്റെ ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി ഉപയോഗിച്ച് ഒരു സ്ഥാപനത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന മാക്സിമം ഔട്ട്പുട്ടാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഫാക്ടറിന്റെ ഓരോ യൂണിറ്റിനും ലഭിക്കുന്ന ശരാശരി ഔട്ട്പുട്ടാണ്. അതായത് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഫാക്ടറിന്റെ ഒരു എക്സ്ട്രാ യൂണിറ്റ് ആഡ് ആക്കുമ്പോൾ ലഭിക്കുന്ന എക്സ്ട്രാ ഔട്ട്പുട്ടാണ്. അതായത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ചേഞ്ച് ഇൻ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? വരുന്ന ഒരു ചോദ്യമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്. ഇത് നമ്മൾ ഈ ഡയഗ്രാം വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ലോങ് ആൻസർ ആണെങ്കിൽ നിങ്ങൾ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ when MP rising, total product increases at an increasing rate. When MP starts falling, total product increases at a diminishing rate. When MP becomes 0, total product reaches maximum. When MP becomes negative, total product starts falling. ഇതാണ് എംപിയും ടിപിയും തമ്മിലുള്ള റിലേഷൻ. ഇനി എപിനെ എടുത്തു കഴിഞ്ഞാൽ when MP greater than AP rises. When MP less than AP എന്താണ്? AP എന്താക്കുന്നു? സ്റ്റാർട്ട്സ് ഫാളിങ്. വെൻ MP ഈസ് ഈക്വൽ ടു AP റീച്ചസ് മാക്സിമം. അപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ക്ലിയർ ആയി. അപ്പം നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് പഠിക്കാനായിട്ട്. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞത് എന്താണ് എന്നുള്ളത്. അടുത്തൊരു ചോദ്യം വരുന്നത് ഡിഫൈൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനത്തിന്റെ അളവ് മാറിയാലും മാറാത്ത ചെലവുകളാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫാക്ടറിയുടെ വാടക. ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദനത്തിന്റെ അളവ് മാറുന്ന ചെലവുകളാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ്, പാക്കിംഗ് ചാർജ് മുതലായവ. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: എന്താണ് ടോട്ടൽ കോസ്റ്റ്? ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി കൂടിയതാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റിന്റെ ഒപ്പം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്നിവ എന്താണെന്ന്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, അതാണ് ടോട്ടൽ കോസ്റ്റ്. ഇനി മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിന് വേണ്ടി വരുന്ന എക്സ്ട്രാ ചെലവാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഇനി ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ശരാശരി ചിലവാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് ആവറേജ് കോസ്റ്റ് കർവും മാർജിനൽ കോസ്റ്റ് കർവും യു ഷേപ്പ്ഡ് ആകുന്നത്? ഇതിന്റെ കാരണം എന്താണ്? നമ്മൾ ഷോർട്ട് റണ്ണിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അവിടെ പ്രവർത്തിക്കുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താക്കുന്നു? വേരിയബിൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്നു, ലേബർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. ലേബർ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഇതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ അളവ് കുറഞ്ഞു വരുന്നു. ആദ്യം ഇൻക്രീസിങ് ആയിട്ടാണ് കൂടുന്നത്, പിന്നെ ഡിമിനിഷ് ആകുന്നു. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്താണ്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആവറേജ് കോസ്റ്റ് കർവും മാർജിനൽ കോസ്റ്റ് കർവും യു ഷേപ്പ്ഡ് ആകുന്നത്. ഇതൊരു ചോദ്യമാണ് എന്താണ് ഇംപ്ലിസിറ്റ് കോസ്റ്റും എക്സ്പ്ലിസിറ്റ് കോസ്റ്റും. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെടുന്നില്ല, പക്ഷെ നമുക്ക് കിട്ടുമായിരുന്ന വരുമാനം നഷ്ടപ്പെടുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് പഠിക്കാം. അതായത് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു കെട്ടിടമുണ്ട്, നമ്മൾ അതിൽ ബിസിനസ് നടത്തുന്നു, പക്ഷെ ആ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ലഭിക്കുമായിരുന്ന വരുമാനം അവിടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റിൽ വരും. ഇനി എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പണം കൊടുത്ത് അടയ്ക്കുന്ന ചെലവുകളാണ്. അതായത് പണം നമുക്ക് നഷ്ടപ്പെടുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതോ ഒക്കെ നമ്മൾ ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിലാണ് വരുന്നത്.
അടുത്തൊരു ചോദ്യമാണ് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഗുണമോ ലാഭമോ ആണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കർഷകന് അയാളുടെ നെൽപ്പാടത്തിൽ നെല്ലാണ് കൃഷി ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. പക്ഷെ അയാൾ പച്ചക്കറി അവിടെ നട്ടിരുന്നെങ്കിൽ അയാൾക്ക് കിട്ടുമായിരുന്ന കൂടുതൽ ലാഭം അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് AFC കർവിന്റെ ഷേപ്പ് എന്താണ് എന്നുള്ളത്. അതായത് AFC കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ഇനി അടുത്തൊരു ചോദ്യം ഇതിന് 1 മാർക്കിനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടോട്ടൽ കോസ്റ്റ് എന്താണെന്നുള്ളത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അടുത്തൊരു ചോദ്യം വെൻ MP ബിക്കംസ് 0 TP റീച്ചസ് മാക്സിമം. ഇതാണ് അടുത്തൊരു ചോദ്യം ഇതിൽ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് കോസ്റ്റ് കർവ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനെ പാരലൽ കിടക്കുന്നത് TFC ആണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അടുത്തൊരു ചോദ്യം വെൻ TVC is 0 ഔട്ട്പുട്ട് ലെവൽ ഈസ് 0. ഇനി അടുത്തൊരു ചോദ്യമാണ് 3 or 4 ഷോർട്ട് റൺ കോസ്റ്റ് വിത്ത് ഇക്വേഷൻ. അതായത് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതേപോലെ തന്നെ ആവറേജ് കോസ്റ്റ്, അതായത് AC ഈസ് ഈക്വൽ ടു എന്താണ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ഇനി മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്.